സവാറ്റിക്ക 2 മില്യൺ ആവുമ്പോൾ എൻ്റെ കിഡ്നി നിങ്ങൾക്ക് ഗിവ് ചെയ്യുന്നതായിരിക്കും. വാട്ട് വാസ് ദ റോങ് തിങ് എവർ ഹാപ്പൻഡ് ഇൻ യുവർ യൂട്യൂബ് കരിയർ? സങ്കടം ഉണ്ടെങ്കിലും സന്തോഷിച്ച് തന്നെ സത്യം. സങ്കടം ഉണ്ടെങ്കിലും 2 സത്യം. ആർ യു മാരീഡ്? യെസ്. ടെക് ഫീൽഡിൽ വരാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു ഗുഡ് മെസ്സേജ് പറയാമോ? എപ്പോഴെങ്കിലും യൂട്യൂബ് കരിയർ നിർത്താൻ തോന്നിയിട്ടുണ്ടോ? ഗൈസ്, അപ്പോൾ QnA ആയിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരുപാട് നാളായി QnA ചെയ്തിട്ട്. ഇത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയപ്പം ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അകത്ത് വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലൊന്നും വൈകിപ്പിക്കാണ്ട് ഓരോ കമൻറ്റുകളായിട്ട് നമുക്കങ്ങ് വായിച്ച് പോവാം. ആദ്യത്തെ കമൻറ്റ് ഇട്ടിരിക്കുന്നത് മിസ്റ്റർ സൈക്കോ ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം? എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ബില്യണിയർ ആവാനാണ്. മില്യണിയറോ ബില്യണിയറോ. ആൻഡ് അഭിനവ് ഇട്ടിട്ടുണ്ട്, ഹൂ ആർ യു? എൻ്റെ പേര് അമൽ ഗോപാൽ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം. പിന്നെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട്, ഗോം ഗെയിംസ്. ഒരു വ്ളോഗിംഗ് ചാനലുണ്ട്, അമൽ ഗോപാൽ. ഇതാണ് ഞാൻ. ആൻഡ് എനിക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും നടത്തുന്നുണ്ട്. റീസ് റാസ്, താങ്കളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ പരിചയപ്പെടുത്താമോ? എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ പരിചയപ്പെടുത്താനായിട്ട് നമുക്കൊരു വീഡിയോഗ്രാഫർ ഉണ്ടാക്കിയിൽ, അതുപോലെ തന്നെ എഡിറ്റർ ഉണ്ട്. അതിൽ ഇത്ര പേരാണുള്ളത്. ടെക്നോളജി ഗെയിമർ 2.0. അമലേട്ട, കണ്ടന്റ്സ് എല്ലാം പൊളിയാണ്, ബട്ട് ചില വീഡിയോ നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, അതൊന്ന് മാറ്റണേ. പിന്നെ കൺഗ്രാറ്റ്സ് ബ്രോ, യൂസ് ചെയ്യുന്ന ഫോൺസ് ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഈ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ലാഗ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. അതെൻ്റെ സംസാര രീതിയിലാണോ ലാഗ്, അതോ എൻ്റെ പ്രസൻറ്റേഷൻ ലാഗാണോ, അതോ ഓവറോൾ വീഡിയോയുടെ എഡിറ്റിങ്ങും ആ ഒരു വീഡിയോ പോകുന്ന രീതി ലാഗാണോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കാൻ പറ്റും. അബ്രഹാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജിയോ സിം വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? ജിയോ സിം വന്നില്ലായിരുന്നെങ്കിൽ കുറച്ച് പ്രശ്നമായിരുന്നേനെ. കാര്യം ഇൻ്റർനെറ്റ് ഇത്രയും ആളുകളിലേക്ക് എത്തത്തുമില്ല, ആളുകൾ യൂട്യൂബ് യൂസ് ചെയ്യത്തുമില്ല. അഭിമന്യു ചോദിച്ചിട്ടുള്ളത് മെസ്സിയോ റൊണാൾഡോ? രണ്ടുപേരെ ഇഷ്ടമാണ്. അമൃതുൽ പ്രകാശ് ചോദിച്ചിട്ടുള്ളത് 8K ക്യാമറയിൽ വീഡിയോ എപ്പോഴാണ് ചെയ്യുക? ഉടനെ തന്നെ നമ്മൾ 8K വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതൊരു സർപ്രൈസ് ആയിട്ടുണ്ട്. ആദിത്യൻ RS, നമ്മുടെ ചെങ്കുപടി ആദിത്യൻ RS ചോദിച്ചിട്ടുണ്ട്, 2017 അമൽ ഗോപാലും 2022 അമൽ ഗോപാലും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ഇഫ് യു സീ ദം ആസ് 2 പേഴ്സൺസ്. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2017 അമൽ ഗോപാലിനെ പറയുകയാണെങ്കിൽ ഇമച്വർ, അതുപോലെ തന്നെ ബാഡ് ഡിസിഷൻ മേക്കിംഗ്, പൊട്ടിത്തെറിക്കുന്ന പ്രായം, മനസ്സുകൊണ്ട് ഒന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ എന്താ പറയട്ടെ പവർ കിട്ടിയ സമയത്തുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. പക്വതയോടുകൂടി കാര്യങ്ങൾ ചിന്തിച്ച് പറയാനും സംസാരിക്കാനും അറിയാത്തൊരു മനുഷ്യൻ. ഇപ്പോൾ 2022 എവിടെ സൈലൻസ് പുലർത്തണമെന്നും എവിടെ നമ്മൾ സംസാരിക്കണമെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കുറേ ഏണികളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അടുത്ത് അർഷിദ് ഫിറോസ് ഖാൻ, ഹോം ടൂർ ചെയ്യാമോ? ഹോം കംപ്ലീറ്റ് ആയിട്ടില്ല. ഹോം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഹോം ടൂർ ചെയ്യും. അതുപോലെ തന്നെ അപ്പൂസ് ഗെയിമിംഗ് പ്രോ, ഹൈറ്റ് എത്രയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഒരു 60ക്ക് താഴെ കാണുമായിരിക്കും, 160. ഓക്കെ. അടുത്ത് ഫുട്ബോൾ കട്ട്സ്, 10ൽ എത്ര A+ ഉണ്ടായിരുന്നു? 10ൽ എനിക്ക് 4 A+, 3 A, 1 C+. മാക്സിന്. കർമ്മ, ജോലിയൊന്നും ആയില്ലേ മോനെ? ജോലിയൊന്നും ആയില്ലടാ, എന്തെങ്കിലും ജോലി വേണം. ഈ യൂട്യൂബൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി വാരിപ്പറക്കി എടുത്തുകൊണ്ട് കുറച്ച് നാൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും. കാര്യം കുറേ ഫോണുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഞാൻ ഇതെല്ലാം വിറ്റ് പെറുക്കിയൊക്കെ ഞാൻ പോവും. പിന്നെ ബാക്കിയുള്ളത് എനിക്കറിഞ്ഞൂടാ, ചുമ്മാ പറഞ്ഞാണ്. ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും. ഉണ്ണികൃഷ്ണൻ KM, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം ടിൽ പ്ലേഡ്? ഇതുവരെ കളിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഡെഡ് ട്രിഗർ ആണ്. സ്മാർട്ട് ഫോൺസിൽ, അതായത് ആൻഡ്രോയിഡിൽ. അതുപോലെ തന്നെ ഇനി കമ്പ്യൂട്ടറിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിം കോൾ ഓഫ് ഡ്യൂട്ടി വേൾഡ് വാർ 2. സുഖ് ചോദിച്ചിട്ടുള്ളതാണ്, ഡിയർ ഗോ, നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്, അതുപോലെ കണ്ടന്റ് ക്വാളിറ്റി കൂട്ടണം. ഉറപ്പായിട്ടും ഇത് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടന്റ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമ്മൾ കൂട്ടും കേട്ടോ. അതായത് ഒരു സംശയമില്ല, നമ്മൾ കൂട്ടിയിരിക്കും. അത് കുറച്ച് സമയം പിടിക്കും. നമ്മളിനി കണ്ടന്റുകൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചെയ്യാനൊക്കെയാണ് പ്ലാൻ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും, എന്നാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞാനത് സെറ്റ് ആക്കിക്കോളാം. വിഷ്ണു ചോദിച്ചിട്ടുള്ളതാണ്, ഔട്ട്ഡോർ ഷൂട്ട് കൂടി ഒരു വെറൈറ്റിക്ക് നോക്കിക്കൂട്ടേ ചേട്ടാ? ഉറപ്പായിട്ട് ചെയ്യാടാ. പുറത്തോട്ട് പോയി എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാം? നമ്മുടെ ക്യാമറയ്ക്ക് ഒരു ND ഫിൽറ്റർ ഇല്ല. ND ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് പുറത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പോസ്ഡ് ആവുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യാം. സിംഗിൾ സ്മോക്കർ, വിച്ച് വിൽ ഗിവ് ബെസ്റ്റ് റിസൾട്ട്, ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ് PC വിത്ത് 2080 ഗ്രാഫിക് കാർഡ്? യുവർ സജഷൻ ഓൺ വിച്ച് വൺ ഈസ് ബെറ്റർ ആൻഡ് വിച്ച് വൺ ഈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി? എല്ലാവരുടെ അടുത്തുമായിട്ട് പറയാം, നിങ്ങൾ ഗെയിം കളിക്കാനായിട്ട് ലാപ്ടോപ്പ് എടുക്കുന്നത് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി ഗെയിം കളിക്കാനായിട്ട് ഒരു നല്ല ലാപ്ടോപ്പിന് എങ്ങനെ പോലും 2 ലക്ഷം രൂപയാവും.
ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഒരു കിഡിലും ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഗെയിമിംഗ് PC പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ 2080 ഏറ്റവും നല്ല പെർഫോമൻസ് ലാപ്ടോപ്പിൽ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ലാപ്ടോപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവാം. കോമ്പാക്റ്റ് ആയതുകൊണ്ട്, അതായത് നമുക്കിങ്ങനെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത് കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഡെസ്ക്ടോപ്പാണ് എനിക്കിഷ്ടം. എനിക്ക് എൻ്റെ താല്പര്യം അതാണ് കേട്ടോ. ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ആയിരിക്കും. NG മീഡിയ ചോദിച്ചിട്ടുണ്ട്, വാട്ട് വാസ് ദ റോങ് തിങ് എവർ ഹാപ്പൻഡ് ഇൻ യുവർ യൂട്യൂബ് കരിയർ? മൈ ഗിവ് അവേ. അതായത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മളൊരു ഐഫോൺ ഗിവ് അവേ ചെയ്തിരുന്നു. അത് ഞാൻ വളരെ ജെന്യുവൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു സാധനമാണ്. ഞാൻ അതിനകത്ത് ഒരു തരത്തിലുള്ള കള്ളത്തരോ കാണിച്ചിട്ടില്ല. ബട്ട് അതിലുണ്ടായ പ്ലാനിങ്ങിലുള്ള പിഴവ് അത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. കാര്യം ആ ഒരു സമയത്ത് ഞാൻ ഈ ഗിവ് അവേ പ്ലാൻ ചെയ്തപ്പോൾ കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനൽ പോലും ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം ഗിവ് അവേ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലുള്ള എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് തന്നെ യെസ്. ഹോംബ്രി ബ്രോ, ഈസ് യുവർ ലൈഫ് ഹാപ്പി ഓർ സാഡ്? വെൻ വിൽ യു മാരി? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 2-3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വൈ യു ടേക്ക് iPhone 11 ഓൺ ദാറ്റ് വ്ളോഗ് പറഞ്ഞതല്ലേ? എന്തത്? വൈ യു ടേക്ക് iPhone 11 ഓൺ ദാറ്റ് വ്ളോഗ് പറഞ്ഞതല്ലേ PUBG കളിക്കാൻ? പിന്നെ എന്ത് പറ്റി? PUBG മൊബൈൽ ലൈവ് സ്ട്രീം ഒന്നും പിന്നെ ഇല്ലാത്തത് ഓൺ ദാറ്റ് ടൈം പീരീഡ് ആൻഡ് കൺഗ്രാറ്റ്സ് ഫോർ 1 million. ബാക്കി QnA ഞാൻ പേഴ്സണലായിട്ട് സംഡേ കാണുമ്പോൾ ചോദിക്കാതെ. ഓക്കെ, ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം. ലൈഫ് ഹാപ്പിയാണോ സാഡാണോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ് ഹാപ്പി. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ. നമ്മൾ സന്തോഷം, സങ്കടം ഉണ്ടെങ്കിലും സന്തോഷിച്ച് തന്നെ സത്യം. സങ്കടം ഉണ്ടെങ്കിലും രണ്ട് സത്യം. സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ അല്ലല്ല തെറ്റി. സങ്കടമാണെങ്കിലും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. കല്യാണം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മേജർ പാർട്ടായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. iPhone 11 എടുത്തത് iPhone 11 എടുത്തതിൻ്റെ ഉദ്ദേശം PUBG കളിക്കാൻ തന്നെയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പറ്റിയില്ല, കുറേ കാര്യങ്ങളുമുണ്ട്. ഡൈനാമിക് ഗെയിമർ ചോദിച്ചിട്ടുള്ളത്, എനി വൺ ഫേവറേറ്റ് ഓർ അണ്ടർ റേറ്റഡ് വീഡിയോ? ഫേവറേറ്റ് വീഡിയോ എല്ലാം ഫേവറേറ്റ് ആണ്. നമ്മൾ ഈ ദിവസവും ഈ വീഡിയോ ഫേവറേറ്റ് ആണ്. എല്ലാ വീഡിയോയിലും നമ്മൾ ആ ഒരു ഫേവറേറ്റ് ആയിട്ട് എടുത്താൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഫേവറേറ്റാണ്. അണ്ടർ റേറ്റഡ് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനൽ കയറി നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് എല്ലാം ഞാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത് വൈശാഖ് വൈ, 2023 യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്ത് വീഡിയോസ് റീച്ച് കിട്ടും? എക്സാമ്പിൾ ഗെയിമിംഗ്, ആർട്ട്, ഫണ്ണി, വ്ളോഗ്. 2023 എന്ത് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന കാറ്റഗറി മാത്രമായിരുന്നു ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. ട്രസ്റ്റ് മീ. ഇന്നലെ മരിച്ച പൂച്ച. ഓക്കെ. ഫേവറേറ്റ് ടീം ഇൻ വേൾഡ് കപ്പ്, ഫേവറേറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, പ്രൗഡ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്, ഏജ്. ഓക്കെ, ഒന്നാമത്തത് വേൾഡ് കപ്പിൽ ഫേവറേറ്റ് ടീം അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. പോർച്ചുഗലാണ് ഇഷ്ടം. പക്ഷേ അതുപോലെ തന്നെ ഞാൻ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ഫേവറേറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, എനിക്ക് ഫേവറേറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇല്ല. നല്ല ഫോൺ ആരുണ്ടാക്കുമോ അവരുടെ കൂടെയാണ്. പ്രൗഡ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്, പ്രൗഡ് മൊമെന്റ് 1 million സബ്സ്ക്രൈബേഴ്സ്. ഇനി ഏജ് അതിവിടെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഗസ് ചെയ്യും, ഞാൻ പറയാം. M ഹാദിൽ ചോദിച്ചിട്ടുള്ളതാണ്, 1000 ആണോ 900 ആണോ വലുതെന്ന്? 1000. അർജുന വെച്ചു, എപ്പോഴെങ്കിലും യൂട്യൂബ് കരിയർ നിർത്താൻ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ കലി കയറി വരും, എൻ്റെ യൂട്യൂബ് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ നിർത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വായി നോക്കി ഇരിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മളങ്ങനെ നിർത്തണമെന്നൊന്നും തോന്നാറില്ല. ഡ്രീം ഗേൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ആർ യു മാരീഡ്? യെസ്, ഐ മാരീഡ് ടു യൂട്യൂബ്. ഞാൻ മാരീഡ് ഒന്നുമല്ല. ഓക്കെ, ചേട്ടൻ്റെ യൂട്യൂബ് ബിഗ് ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാടുണ്ട്. ഒരു 8K വീഡിയോ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു സ്റ്റുഡിയോ ഉണ്ടാക്കണമെന്നുണ്ട്, ഭയങ്കര വലുത്. അതായത് വേണമെങ്കിൽ നമുക്ക് ഫുട്ബോൾ വരെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റുഡിയോ പ്ലാൻ, അതൊക്കെ ഉണ്ട്. ദുബായിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഫ്യൂച്ചർ വൈഫ് കോൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല. യൂട്യൂബ് അല്ലാതെ റിയൽ ജോബ്, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഞാൻ വഴിയാതരാണ്. യൂട്യൂബ് നിന്ന മാമൻ ചോദിച്ചിട്ടുള്ളതാണ്, 2 million ആകുമ്പോൾ എന്തെങ്കിലും ഗിവ് അവേ? 2 million ആകുമ്പോൾ എൻ്റെ കിഡ്നി നിങ്ങൾക്ക് ഗിവ് ചെയ്യുന്നതായിരിക്കും. 2 million ആവുമ്പോൾ നമ്മൾ വലിയൊരു ഗിവ് അവേ എന്നുവെച്ചാൽ വലുത്, അമ്മോ പൊണ്ണൻ. ട്രിവാൻഡ്രം സ്ലാങ്. ഗ്രേസമ്മ ആൻ്റണി, എനിക്ക് ഫുൾ ടൈം കരിയർ ആയിട്ട് യൂട്യൂബ് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ടെക്കിൽ കഷ്ടപ്പാടാണ്, പെട്ടു. നോ. സിനിമേറ്റ് മലയാളം, ഇത്ര ക്വാളിറ്റി കണ്ടൻറ്റ്സ് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കാറുണ്ടത്? എങ്ങനെ പോയാലും ഒരു 7 hours പ്ലസ്. ഓക്കെ, ഇനി അടുത്ത് എൻ്റെ ദൈവമേ, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണേ.
കൃഷ്ണൻ ചോദിച്ചിട്ടുള്ളതാണ് ഗോമിലെ ഫേവറേറ്റ് കമന്റേറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേരുണ്ട്. അമൃതുൽ പ്രകാശ് അതിനകത്തുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാർവല് എല്ലാ വീഡിയോസിലും വരും. രാംനാഥ്, ആദിത്യൻ ആർസ്, ഇങ്ങനെ കുറേ പേരുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. ഞാൻ ഈ കമൻ്റൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അതാ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. ഒരുപാട് പേരുണ്ട്. ഈ കമൻറ്റിന് താഴെ അവരെന്തായാലും വരും. അപ്പോൾ അവരുടെ പേര് ഞാൻ കമൻറ്റിൽ ഒരു പിൻ ചെയ്ത് വെച്ചിരിക്കാം. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളാണ് നമ്മുടെ മോട്ടിവേഷൻ. കമൻറ്റ് ചെയ്യുന്നവർ. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോണിൻ്റെ പേര് കാർബൺ K6. ഫേവറേറ്റ് ക്യാമറ സോണി വെനിസ് 2. 2 കോടി രൂപയുള്ളൂ. ടെക് ഫീൽഡിൽ വരാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു ഗുഡ് മെസ്സേജ് പറയാമോ? ഭയങ്കര പാടാണ്. ബാഡ് മെസ്സേജ് ആണെന്നറിയാം. എന്നാലും ടെക്ക് എന്താ പറയട്ടെ, പണ്ടൊക്കെ ടെക്ക് ആസ്വദിക്കാനായിട്ട് ആളുകൾക്ക് സമയം ഉണ്ടായിരുന്നു, ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ടെക്കൊന്നും ആർക്കും വേണ്ട. ഫേവറേറ്റ് വെഹിക്കിൾ റോൾസ് റോയ്സ് കളിഡൻ. ടൂർ പോകാൻ ഇഷ്ടമുള്ള പ്ലേസ് തായ്ലൻഡ്. സവാറ്റിക്ക. അഭിജിത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞാൽ കാർബൺ K6. സ്മാർട്ട് വാച്ച് ആദ്യത്തത് MI ബാൻഡ് 2 എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ സ്മാർട്ട് വാച്ച് എന്ന് പറയാൻ പറ്റില്ല, ബാൻഡ്. യെസ്. TWS ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് MAയുടെ, അതും ചൈനീസ് വേർഷൻ. പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആൻഡ് PC. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അത് തന്നെയാണ്. പിന്നെ PC എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു Ryzen 3യുടെ ഒരു ബിൽഡ് ഉണ്ടായിരുന്നു. അതാണ്. അനു ചോദിച്ചിട്ടുള്ളത് യൂട്യൂബ് അല്ലായിരുന്നെങ്കിൽ ഏത് ജോലിയാണ് താല്പര്യം അപ്പാർട്ട് ഫ്രം യൂട്യൂബ് അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാക്സ് എഡിറ്റ്സ് ബ്രോ, ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ് നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. അനന്തു, ഹു വാസ് യുവർ ഇൻസ്പിറേഷൻ ഫോർ സ്റ്റാർട്ടിങ് യൂട്യൂബ്? മലയാളം ടെക് ഒരു ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും ഇൻസ്പിറേഷൻ ആണ്. സഖി ഇക്ക ഇഷ്ടം. ഓക്കെ, തുടക്കത്തിൽ എന്തായാലും താങ്കൾക്ക് കുറേ കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ താങ്കൾ എങ്ങനെ പിടിച്ചു നിന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇടയ്ക്ക് വരുന്ന ആളുകളൊക്കെ നമുക്കൊന്നുമല്ല. അതായത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തായ്ലൻഡ് വരെ പോകണം. തായ്ലൻഡ് വരെ പോയി ഒരു മസാജ് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയിൽ നിങ്ങൾ തായ്ലൻഡിൽ പോയി മസാജ് ചെയ്യാൻ ആ ഒരു ജേണി ഉണ്ടല്ലോ, ആ ജേണിക്കിടയിൽ പലരും നിങ്ങളടുത്ത് പറയും, അടേ മസാജിന് പോകണം ഇങ്ങനെയൊക്കെ പറയും. അത് കേട്ട് നിങ്ങൾ തളരരുത്. നിങ്ങളെന്ത് ചെയ്യണം? പോയി മസാജൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ആവണം. അതാണ് ഡെസ്റ്റിനേഷൻ മാറ്റേഴ്സ്. ഇനി അടുത്ത ഒരു വലിയൊരു കമൻറ്റാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമൻറ്റാണ്. ഇത് നമ്മൾ സംസാരിച്ചിരിക്കേണ്ട ഒരു കമൻറ്റ്. ചാനലിൻ്റെ കൂടെ ഉണ്ട്, എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞാൻ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്ത ഒരു ചാനലും ഇതാണ്. പിന്നെ ഗിവവേയുടെ കാര്യം എല്ലാ യൂട്യൂബർമാരും പറയുന്ന ഒരു കാര്യമാണ്. നിലവിലെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരെ ഈ തലത്തിൽ എത്തിച്ചത്. അതുകൊണ്ട് സന്തോഷ സൂചകമായി ഗിവവേ നടത്തുന്നത്. അവരെല്ലാവരും ഓരോ കണ്ടീഷൻസ് വയ്ക്കാറുണ്ട്. പക്ഷേ ശരിക്കും ഈ കണ്ടീഷൻസ് ശരിയല്ല. കാരണം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നതിനുള്ള പ്രതിഫലം എന്ന പോലെയാണ് ഈ ഗിവവേ. അതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ പോസ്റ്റ് ഷെയർ ചെയ്യുക, അതിലൂടെ മറ്റുള്ളവരെ കൊണ്ടുവരണമെന്നും പറയുന്നത് തികച്ചും തെറ്റാണ്. നിലവിലുള്ളവർക്കുള്ള സമ്മാനമാകുമ്പോൾ അത് അവർ ഇവിടെ കമന്റ്, ലൈക്ക് എന്നിവ ചെയ്യുന്ന ഒരു കണ്ടീഷൻ മാത്രം വെക്കുകയാണ്. ഏറ്റവും നല്ലത് അതാണ്. നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിനോടുള്ള മര്യാദ ആ രീതിയിൽ ഒരു ഗിവവേ നടത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഗിവവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയാറുള്ളത്, നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്ത് കമൻറ്റ് വേണോ ചെയ്യാം. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഗിവവേ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. നമ്മുടെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ 1 ലക്ഷം രൂപയുടെ PC, അതിനൊരു പ്രശ്നമുണ്ട്. കാര്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, അത് GRIX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. അവരാണ് അതിൻ്റെ മെയിൻ ഇൻകം മൊത്തം എടുക്കുന്നത്. 1 ലക്ഷം രൂപ അവരുടെ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബ്രാൻഡിന് എന്തെങ്കിലും കൊടുക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? നിങ്ങളൊന്ന് പറ. അവർ പൈസ മുടക്കുന്നു, അപ്പോൾ ആ ബ്രാൻഡിന് എന്തെങ്കിലും കൊടുക്കാനുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ അവരെൻ്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു തന്നെ, GRIX എന്ന് പറയുന്നത് ഗെയിമിംഗ് PCs, മൈനിങ് റിഗൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ട്രിവാൻഡ്രത്തുള്ളത്. ഞാൻ പറയാം, അവർ നമുക്ക് ചെയ്തു തരുന്ന ഹെൽപ്പിന് ഞാൻ റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ് കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് കൂടുതൽ ആളുകളെ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കും അവരുടെ യൂട്യൂബ് ചാനലിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അത് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? അത് ആവശ്യമാണല്ലോ.
എല്ലാ പേരും വളരാൻ വേണ്ടിയാണ് ഈ മേഖലയിൽ പല കാര്യങ്ങളും പല മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യുന്നത്. വേറൊരു ബ്രാൻഡ് നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് റെഗുലേഷൻസ് ഒക്കെ കൂടും. അല്ലാതെ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. ഈ ഫോണിനെ ഞാൻ എന്ത് ചെയ്യാണ് ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെ തരും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഗിവ് അവേസ് എല്ലാം ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്ത് ഞാൻ ആരെങ്കിലുമൊക്കെ പിക്ക് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അതുമാത്രമല്ല നമ്മുടെ ഗിവ് അവേസ് ഇങ്ങനെ ടാഗായിട്ട്, അതായത് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഗിവ് അവേസ് ചെയ്യാറുമില്ല. ആ വീഡിയോസ് കാണുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളത്. ഇനി സ്റ്റോറിനോ ബ്രോ, വളർന്നു വരുന്ന ചെറിയ യൂട്യൂബേഴ്സിനോട് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് കൂടി വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ കേപ്പബിലിറ്റീസും നിങ്ങളുടെ കണ്ടന്റിനെയും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ കണ്ടന്റ് എങ്ങനെയാണ്, ഏത് ഓഡിയൻസിലേക്കാണ് പോവേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഡീമോട്ടിവേറ്റഡ് ആവരുത്. യൂട്യൂബിൻ്റെ കൂടെ തന്നെ പല കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകണം. നിങ്ങളുടെ സ്റ്റഡീസ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഗെയിമിംഗ് ഒരു യൂട്യൂബ് പ്രൊഫഷൻ ആക്കിയെടുത്ത നല്ല കഴിവുള്ള ഒരുപാട് വ്യക്തികൾ അറിയാതെ പോയിട്ടുണ്ട് നമുക്കിടയിൽ. അവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യാതെ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന റീച്ചൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യുക, നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സിങ് ചെയ്യപ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടൺ ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കട്ടെ എവിടെ എത്തിയെന്ന്. നമ്മുടെ കൊറിയർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല, ഇന്ത്യയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് ഉടനെ തന്നെ വരും. അപ്പോൾ നമ്മുടെ QnA നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കുറേ കമൻറ്റുകൾ എടുത്തു, എല്ലാം വായിച്ച് തീർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തു പറയട്ടെ, ഞാൻ ഈ കുറേ വർഷമായിട്ട് ഇങ്ങനെ അത് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ സംസാര രീതിയിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങളായിരിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി തൊട്ട് കുറച്ചുകൂടി നിങ്ങൾ പറ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത്, അത് കുറച്ചുകൂടി നിങ്ങളിലേക്ക് ഇറങ്ങി കറക്റ്റ് ട്രിവാൻഡ്രംകാരനായിട്ട് നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്. കുറച്ച് സ്റ്റാൻഡേർഡ് വേർഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡൈസ് ആയിട്ട് പോണതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ നമ്മൾ ഡെലിവർ ചെയ്യുള്ളൂ. ഓക്കെ, ഫ്ലിപ്കാർട്ടിൻ്റെ ആഡ് പോലെ ഉണ്ടല്ലേ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ബൈ, ലവ് യു. സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. 1 million സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് നന്ദി. ലൈക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഞാനിങ്ങനെ ചിന്തിക്കില്ല. 1 million സബ്സ്ക്രൈബേഴ്സ്, ഒരൊറ്റ സബ്സ്ക്രൈബേഴ്സിൻ്റെ പുറകിൽ ഒരു മനുഷ്യനുണ്ടാവും. അങ്ങനെ 10 ലക്ഷം മനുഷ്യന്മാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര വലുതാണ്. താങ്ക് യു ഗൈസ്. ബൈ.